വെൽക്കം ബാക്ക് ടു ആർക്കാനിക്സ്. അപ്പൊ ഇന്ന് നമുക്ക് 5 1 മാർക്ക് ചോദ്യങ്ങളൊന്ന് നോക്കിയാലോ. നമ്മുടെ ഇമ്മ്യൂണിറ്റി ആൻഡ് ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞ ആ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് വരാൻ ചാൻസ് ഉള്ള 5 1 മാർക്ക് ക്വസ്റ്റ്യൻസും ആയിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് സെൽ പ്രൊഡ്യൂസസ് ആന്റിബോഡീസ്? ഓക്കെ, ഏത് സെല്ലാണ് ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഏതാണ്? ന്യൂട്രോഫിൽ ആണോ, ബി ലിംഫോസൈറ്റ് ആണോ, ടി ലിംഫോസൈറ്റ് ആണോ, അതോ മോണോസൈറ്റ് ആണോ? ആരാണ് മക്കളെ ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? യെസ്, നമ്മുടെ ബി ലിംഫോസൈറ്റുകളാണ് ആന്റിബോഡീസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതൊക്കെയാണല്ലോ. യെസ്, മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് കെമിക്കൽ കോസസ് ബ്ലഡ് വെസൽസ് ടു ഡയലേറ്റ് ഡ്യൂറിങ് ദ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്? അതായത് നമ്മുടെ ഇൻഫ്ലമേഷൻ നടക്കുന്ന സമയത്ത് ഈ ബ്ലഡ് വെസൽ ഡയലേറ്റ് ചെയ്യും, വലുതാവും അല്ലെ. അപ്പൊ അതിനു വേണ്ടി സഹായിക്കുന്ന ആ ഒരു പെർട്ടിക്കുലർ കെമിക്കൽ അവിടെ റിലീസ് ചെയ്യുന്നുണ്ട്. ആ കെമിക്കൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് മക്കളെ? യെസ്, ഹിസ്റ്റമിൻ. ഓക്കെ, യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, which vaccine contains neutralized pathogens? ഏതാണ്? HPV ആണോ, COVID-19 വാക്സിൻ ആണോ, അല്ലെ MMR ആണോ, OPV ആണോ? ഏതാണ് മക്കളെ കറക്റ്റ് ആൻസർ? ഇതെല്ലാം പഠിച്ചിട്ടുള്ളവർക്ക് ഇപ്പൊ ആൻസേഴ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. എല്ലാ ആൻസേഴ്സും കറക്റ്റ് ആയിട്ട് കിട്ടിയവർ, അതായത് മനസ്സിൽ കറക്റ്റ് ആയിട്ട് ആദ്യമേ തന്നെ പറഞ്ഞവരൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഏതാണ്? നമ്മുടെ MMR ആണ് അല്ലെ, നമ്മുടെ മീസൽസ്, മംസ് ആൻഡ് റുബെല്ല വാക്സിൻ അല്ലെ, അതാണ് MMR എന്ന് പറയുന്നത് അല്ലെ. യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, which process prevents blood loss and entry of pathogens? അത് സിമ്പിൾ ആണ് അല്ലെ. നമ്മുടെ ഒരു വൂണ്ട് അല്ലെ ഒരു കട്ട് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ബ്ലഡ് ഫ്ലോ ചെയ്യും അല്ലെ, ഊസ് ഔട്ട് ചെയ്യും. അത് പ്രിവെന്റ് ചെയ്യുന്നത് ഏതൊരു പ്രോസസ്സ് വഴിയായിട്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫീവർ ആണോ? അല്ല നമുക്കറിയാം. ഫാഗോസൈറ്റോസിസ് ആണോ? അല്ല എന്നറിയാം. ഏതാണ്? നമ്മുടെ ബ്ലഡ് ക്ലോട്ടിംഗ് ആണ്. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, യെസ്, which is the defense mechanism present from birth? ഓക്കെ, നമ്മുടെ ബർത്ത് ടൈമിൽ തന്നെ നമുക്ക് ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ടാവും അല്ലെ. അപ്പൊ ആ ഒരു പെർട്ടിക്കുലർ ഇമ്മ്യൂണിറ്റിനെ നമ്മൾ എന്താണ് പറയുന്നത്? അത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. യെസ്, അക്വയർഡ് ഇമ്മ്യൂണിറ്റി അല്ലല്ലോ. ഏതാണ്? ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ആണ്. അതാണ് നമ്മുടെ ശരീരത്തിൽ ഓൾറെഡി ഉണ്ടാവുന്നത്. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ഉണ്ടാവുന്ന ഇമ്മ്യൂണിറ്റി നമ്മുടെ ഇനേറ്റ് ഇമ്മ്യൂണിറ്റി ആണ്. അപ്പൊ 5 1 മാർക്ക് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചു വെച്ചോ. ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് ഈ പ്രാവശ്യത്തെ മെയിൻ എക്സാമിനും എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ താങ്ക് യു, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ. ഓക്കെ.